കട്ടിംഗ് മാസ്റ്റേഴ്സ് എന്നോട് പറയും, സാറ് വന്നു കഴിഞ്ഞ് ഇത് സമ്മതിക്കത്തില്ല, ഇത് സാറിനോട് ചോദിച്ചിട്ട് ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ എന്നെ കൊണ്ട് മുഴുവൻ മാറ്റി ചെയ്യിപ്പിക്കും. അത് ആക്ച്വലി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും എൻ്റെ തന്നെയാണ് വരുന്നത്. എന്നെ സംബന്ധിച്ച് ആ ഒരു പെർഫെക്ഷൻ ആവശ്യമുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ എന്ത് നമുക്ക് പുതിയത് കൊണ്ടുവരാം എന്നാണ് ഓരോ പ്രാവശ്യവും നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യം. സോ വാട്ട് നെക്സ്റ്റ്? ഗ്ലോയിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാം? നമ്മൊരു 5 year പ്ലാൻ ഉണ്ട് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ ഗ്ലോയിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഗ്ലോയുടെ പല സർപ്രൈസസ് ഇനി ആൾക്കാർ കാണാൻ കിടക്കുന്നു വേണമെങ്കിൽ പറയാം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റേഴ്സ് എന്നോട്, അല്ലെങ്കിൽ കട്ടിംഗ് മാസ്റ്റേഴ്സ് എന്നോട് പറയും, സാറ് വന്നു കഴിഞ്ഞ് ഇത് സമ്മതിക്കത്തില്ല, ഇത് സാറിനോട് ചോദിച്ചിട്ട് ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ എന്നെ കൊണ്ട് മുഴുവൻ മാറ്റി ചെയ്യിപ്പിക്കും എന്ന് പറയാം. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ആ ഒരു ഇത് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് റോൺചാൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സും? അത് ആക്ച്വലി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും എൻ്റെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിലെന്താ ഇപ്പോൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. മാസ്റ്റേഴ്സ് എന്നല്ല, ഏതൊരു വർക്കിൻ്റെയും ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോഴും പേഴ്സണലൈസ് ആയിട്ട് അവർ എൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിക്കണം. അത് ഓക്കെ ആണോ, പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ചോദിക്കണം അത് കറക്റ്റാണോ. അത് ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ. ശരിയാട്ടോ, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം ഇത് ഓക്കേടാ പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞു പോയാലും ഇല്ല മാം ഇത് എനിക്ക് സാറിനോട് ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇതാവും പിന്നെ ഞാൻ ചെയ്യേണ്ടി വരും. അത് ആക്ച്വലി നമ്മൾ ക്യൂസിയും പ്രൊഡക്ഷനും ഞാൻ തന്നെ നോക്കുന്നതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ആ ഒരു പെർഫെക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മാസ്റ്റേഴ്സിനും അറിയാം, അതുപോലെ നമ്മുടെ ഉള്ള എല്ലാ ലേബേഴ്സിനും അറിയാം. നമുക്ക് ഓരോ പോയിന്റിലും ഓരോ പ്രൊഡക്ഷൻ പോയിന്റിലും ഉള്ള ഹെഡിന് അറിയാം. ആക്ച്വലി ഇത് എൻ്റെ അടുത്തും കൂടി ഒന്ന് അവർ വെരിഫൈ ചെയ്യും എപ്പോഴും. ആ ഒരു അപ്രൂവൽ എടുത്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകത്തുള്ളൂ. കാരണം എനിക്കിപ്പോഴും ആ ഒരു പേഴ്സണലി എനിക്കത് കാണണം, അതിന്റെ ഒരു പെർഫെക്ഷൻ വേണം എന്ന് തിങ്ക് ചെയ്യണോണ്ട് അത് അവരെന്റെ അടുത്ത് പെർമിഷൻ മേടിച്ചിട്ട് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് പോകുന്നത് നമ്മുടെ ഓൺ ഡിസൈൻസിലാണ്. റിപ്പീറ്റഡ് ഇത് തന്നെ പല സാധനവും ഞാൻ വരുമ്പോഴത്തേക്ക് എന്നെ കാണിക്കും, മാം ഇത് കണ്ടോ, ഇത് ഫുള്ള് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ്. കാരണം ആ എന്താണോ നമ്മൾ ഇമാജിൻ ചെയ്തേക്കുന്ന ആ ഒരു സാധനത്തിൽ എത്തിക്കുന്നിടം വരെ റോൺചാൻ ചെയ്യിപ്പിക്കും. അതെ എനിക്ക് അതിപ്പോൾ നമ്മുടെ ഓൺ ഡിസൈൻസ് ആണെങ്കിലും നമ്മുടെ കസ്റ്റമറിൻ്റെ ഡിസൈൻസ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യിക്കും. അതിപ്പോൾ എൻ്റയർ പീസ് ആണെങ്കിൽ നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ പെർഫെക്ഷൻ വേണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മാക്സിമം നമുക്ക് ചെയ്യാവുന്നത്ര നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ട് ആണ് അപ്പം ശരിക്കും ആ ഒരു ഇതിൽ കാണുന്നത്. അല്ല, ഔട്ട്ഫിറ്റിന്റെ ഡിസൈൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പ്രൊഡക്ഷന്റെ സെക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് സെക്ഷനിലാണ് ഞാൻ. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ വരുമ്പോൾ യൂഷ്വലി നമ്മുടെ ഡിസൈനർ എന്ത് തിങ്ക് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ ടീം, ഇപ്പം നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് ഡിസൈൻസ് ആണ് എങ്കിൽ അതിൽ നമ്മുടെ ഡിസൈൻ ടീം എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ സെയിം ഔട്ട്ഫിറ്റിൽ അല്ലെങ്കിൽ ആ സെയിം ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ആ ഒരു ഫീലിലേക്ക് അത് എത്തണം. ആ ഒരു ഫീൽ എനിക്കും കിട്ടിയാലും മാത്രമാണ് അത് ഓക്കെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതിൽ എനിക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈവൻ ഞാൻ ആ ഡിസൈനറുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഈവൻ നമ്മുടെ ഇൻഹൗസ് ഡിസൈൻസ് മാത്രമല്ല, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഓരോ ഡിസൈൻസിനും ആ ഓരോ പേഴ്സണലൈസ്ഡ് നമ്മൾ അല്ലെങ്കിൽ ഓരോ ഡിസൈൻസും പേഴ്സണലി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പർച്ചേസിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എന്താ പറയുക, ഓരോരോ ഫാബ്രിക്സും എന്താ പറയുക പുതിയതായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിപ്പം നോർമലി ഇപ്പോൾ എന്താ പറയുക ഇപ്പം ഇതാണ് ട്രെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യാതെ ഇനി വരാൻ പോകുന്ന ട്രെൻഡുകൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇതിലെ മുൻകൂട്ടി അപ്പോൾ പല സാധനങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ പർച്ചേസിങ്ങിന് ഇതുവരെ പോയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓർക്കും ഇതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നീ കണ്ടോ ഇതിനിപ്പോൾ അടുത്ത വർഷം. അത് ശരിയാണ് ജുലിൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ നമ്മൾ പർച്ചേസിന് ഇപ്പോൾ വേറെ പോകുന്ന ആളുകൾക്ക് മേ ബി അറിയാതിരിക്കാം. പക്ഷെ നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഓരോ പ്രാവശ്യത്തെ പുതിയ പർച്ചേസിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നത്. പുതിയത് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതാണ് നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ എന്ത് നമുക്ക് പുതിയത് കൊണ്ടുവരാം എന്നാണ് ഓരോ പ്രാവശ്യവും നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യം. ഗ്ലോയിൽ അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പണ്ട് മുതലേ പർച്ചേസിന് പോകുമ്പോൾ ഞാനും സിസ്റ്ററും ഒരുമിച്ചാണ് പോകാറ്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം അങ്ങനെയാണ്, നമ്മൾ എന്ത് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതാണ് ഞങ്ങളുടെ തോട്ട് എപ്പോഴും.
അത് മേ ബി ഈ പറഞ്ഞ പോലെ ചില സമയത്ത് അത് വർക്കൗട്ട് ആവും, ചില സമയത്ത് വർക്കൗട്ട് ആയില്ല എന്നും വരാം കേട്ടോ. സോ വാട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ അടുത്ത ഗ്ലോയിന് എന്ത് കാണാം, അല്ലെങ്കിൽ ഗ്ലോയിന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ആൾക്കാരിൽ നിന്ന്? ഗ്ലോയ്ക്ക് ആക്ച്വലി നമ്മൾ ഒരു 2025 ആണ് ഇയർ. നമ്മൊരു 5 year പ്ലാൻ ഉണ്ട് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ ഗ്ലോയിൽ കൊണ്ടുവരണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഗ്ലോയുടെ കസ്റ്റമേഴ്സും ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് വരുന്ന പുതിയൊരു വേർട്ടിക്കൽ ഉണ്ട് ഗ്ലോയുടെ സൈഡിൽ നിന്ന്. അത് മിക്കവാറും ഈ മന്ത് എൻഡ് അല്ലെങ്കിൽ ഈ മന്ത് മിഡിന് ശേഷം ലോഞ്ച് ചെയ്യും. ആ ഒരു മേ ബി പോഡ്കാസ്റ്റ്. അതായത് ഞാൻ അത് ഡേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്താണ്, നമ്മൾ ഇതിനു മുന്നത്തെ പോഡ്കാസ്റ്റിന്റെ ഇത് ഫൈനല് കിട്ടി, എഡിറ്റഡ് വേർഷൻ കിട്ടിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോ നമ്മള് ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ആൾക്കാർ അത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവാം, എങ്ങനെയാന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ എന്താ പറയുക ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പണിപ്പുരയിലാണ് ഇപ്പം എല്ലാരും അതിന് ആ ഒരു എന്താ പറയാ ആ ഒരു കാര്യം ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ സംതിങ് ന്യൂ തുടങ്ങുന്നതെന്ന് നമ്മൾ എനിക്കൊന്നും ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചെയ്തിട്ടില്ല. ആക്ച്വലി ഗ്ലോയുടെ പുതിയൊരു വേർട്ടിക്കലാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇപ്പോൾ കൂടുതൽ പറയണ്ട, പക്ഷെ എന്നാൽ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. അത് കുറച്ചുകൂടി ഒരു റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കൂടുതൽ ആളുകളിലേക്ക് ഗ്ലോ എത്തുക, അതാണ് നമ്മുടെ ഒരു ആവശ്യം. അപ്പോൾ മാക്സിമം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയും കേറ്റർ ചെയ്യുന്ന രീതിയിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുക, സ്പ്രെഡ് ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തപ്പം മെയിൻ പ്രയോറിറ്റി ആയിട്ട് നമുക്ക് വന്നത് നമ്മുടെ പഴയ ക്ലയൻസ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ബ്രൈഡൽ ബൊട്ടീക്ക് എന്നൊരു ഇതിൽ വന്നപ്പോൾ ഒരാൾക്ക് ഒരു കല്യാണം നടക്കുന്നുള്ളൂ. ആ ഒരു കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക പാർട്ടി വെയർ ആണെങ്കിലും നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഹെവി ഇത് ലുക്ക് അല്ലാതെ അല്ലെങ്കിൽ ഹെവി ഒരു പാറ്റേൺസ് അല്ലാതെ നമുക്ക് എന്താ പറയുക പഴയ ക്ലയൻറ്റിനെ നമ്മുടെ ആ ഒരു അല്ലേ. അതെ അത് ആക്ച്വലി നമ്മുടെ പഴയ ക്ലയൻസും ഇപ്പോഴും നമുക്ക് ഒത്തിരി റിപ്പീറ്റഡ് ക്ലയൻസ് ഉണ്ട്. അവരുടെ ഒക്കെ ആവശ്യങ്ങളും അതേപോലെ നമ്മുടെ നേരത്തെ ബ്രൈഡായിട്ട് വന്ന ക്ലയൻസ് അവരുടെ ഓരോ ഫാമിലിയിൽ എനിക്ക് തോന്നി എല്ലാ ഫാമിലിയിലും ഇതുപോലെ ബ്രൈഡിന്റെ കസിൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ മദർ ഉണ്ടാവും, അവരുടെ കസിൻസ്, എല്ലാവർക്കും ഈ ഓരോ ഏജ് ഗ്രൂപ്പിനെയും കേറ്റർ ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇതെന്നാണ് നമ്മുടെ ഒരു തോട്ട്. അപ്പോൾ ആ ഒരു ലോഞ്ചിലേക്കാണ് നമ്മൾ വെരി നെക്സ്റ്റ് നമ്മുടെ പ്രൊജക്ട് അതാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇവർക്ക്, എന്താ പറയുക രണ്ടുപേരുടെ, ഇപ്പോൾ ചേച്ചിയുടെ ആയിക്കോട്ടെ അഖില ചേച്ചിയുടെ ആയിക്കോട്ടെ റോൺചാൻ്റെ ആയിക്കോട്ടെ, ആ ഒരു കോൺഫിഡൻസ് ഞാൻ ഡെയിലി കാണുന്നതാണ്. അതിൻ്റെ വർക്കൗട്ട് ഞാൻ ഡെയിലി കാണുന്നതാണ്. അപ്പോൾ എന്താ പറയുക അത് കാണുന്ന അല്ലെങ്കിൽ അത് ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ഇത് നമ്മൾ എന്താ പറയാ എല്ലാവരുടെയും ഒരു അല്ല അത് ആക്ച്വലി നല്ലൊരു കോൺസെപ്റ്റ് ആണെന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന് എല്ലാവർക്കും തന്നെ, ക്ലയൻസിന് മാത്രമല്ല നമ്മുടെ ഈ ഇതുപോലത്തെ ഡിസൈനർ വെയർ ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ തോട്ട്. അതുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് ആവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ അത് ഒരു വേർട്ടിക്കലാണ് നമ്മുടെ ഗ്ലോയിനെ സംബന്ധിച്ച്. ഇനിയും നമ്മൾ അതുപോലെ തന്നെ പല വേർട്ടിക്കൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈ വരുന്ന ഇയേഴ്സിൽ നെക്സ്റ്റ് ആയിട്ട് ഒരു ചുരുക്കം പറഞ്ഞാല് ഈ ഒരു വരും 5 വർഷത്തേക്ക് ഗ്ലോയുടെ പല വേർഷൻ അല്ലെങ്കിൽ ഗ്ലോയുടെ പല സർപ്രൈസസ് ഇനി ആൾക്കാർ കാണാൻ കിടക്കുന്നു വേണമെങ്കിൽ പറയാം അല്ലേ. മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓരോ വേർട്ടിക്കൽസും കംപ്ലീറ്റ് ചെയ്ത് പോകാനാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് അതെല്ലാം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ക്ലയൻറ്റ് സർക്കിൾ ഞങ്ങൾക്ക് കൂട്ടണമെന്നുണ്ട്. ബ്രൈഡ്സ് അല്ലെങ്കിൽ ബ്രൈഡ്സിൻ്റെ ഫാമിലി എന്നുള്ളതിന് പുറമെ മാക്സിമം നമുക്ക് എല്ലാവരെയും കേറ്റർ ചെയ്യുന്ന പോലെ ഗ്ലോയുടെ ഡിസൈൻസും ഗ്ലോയുടെ തീമും ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളിലേക്കും നമ്മളുടെ ഡിസൈൻസ് എത്തുക, അവർക്ക് കൂടി കൂടുതൽ അപ്രോച്ചബിൾ ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എൻ്റെ അകത്ത്. അതെ അതുകൊണ്ട് ഗ്ലോ ടീം ഭയങ്കര പവറായിട്ട് അല്ലെങ്കിൽ സെറ്റായിട്ട് ഇരിക്കുവാണ് ഇപ്പം, ഫുൾ എനർജി. അതുപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സ് അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ
നന്നായിരുന്നു. നമ്മുടെ ഓരോ ഡിസൈനേഴ്സും ഒരു ക്ലയന്റ് എന്നതിനേക്കാൾ കൂടുതൽ ആ കസ്റ്റമറെ കൂടുതൽ മനസ്സിലാക്കി തന്നെയാണ് അവരുടെ ഒരു ഫ്രണ്ട് എന്ന നിലയിലോ മേ ബി അവർക്ക് വേണ്ട ഒരു ഹെൽപ്പ് എല്ലാം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡിസൈനേഴ്സിനെ സംബന്ധിച്ചും അവർ തിങ്ക് ചെയ്യുന്നത് ഒരു ഡ്രസ്സ് എങ്ങനെ സെല് ചെയ്യാം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു കസ്റ്റമറെ എങ്ങനെ ഹാപ്പി ആക്കാം എന്നുള്ളൊരു തോട്ടാണ്. ഗ്ലോയുടെ ഒരു ബേസിക് ഫിലോസഫി അങ്ങനെ തന്നെയാണ്.